ദിനേശന്റെ കല്യാണമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച. ഓനും പെണ്ണ് കിട്ടിയോ? ഏതോ UK നേഴ്സാന്നാ പറഞ്ഞു. സുനിലേട്ടോ, ഞാൻ ഇനി അങ്ങോട്ട് പോകത്തില്ല സുനിച്ചേട്ടാ. ഞാൻ ആ വീട്ടിലൊരു സാധനത്തെ തുടർന്നു, അവർക്ക് ഇഷ്ടമല്ല. എന്നാ പിന്നെ ഒന്നും ചെയ്യണ്ട, എവിടെയെങ്കിലും മാറിപ്പോയിരിക്കാന്ന് ഓർത്തു കഴിഞ്ഞാ അവര് നാട്ടുകാരുടെ മൊത്തം പറഞ്ഞു നടക്ക. എനിക്ക് മടിയാണ്. സുനിലേട്ടൻ പറ, എനിക്ക് അങ്ങനെ മടി വല്ലതും കൊണ്ടോ? ഇല്ല. എന്തുണ്ടായേ? മിനിഞ്ഞാന്ന് നമ്മുടെ മൂവാറ്റുപുഴ ജില്ലയിൽ യെല്ലോ അലേർട്ട് ആയിരുന്നേ. യെല്ലോ അലേർട്ട് എന്ന് വെച്ചാൽ എന്നാ സുനിച്ചേട്ടാ, നമ്മളോർക്കും ചെറിയൊരു കാറ്റും മഴയും. ഞാനാണെങ്കിൽ ആ ഒരു കോൺഫിഡൻസിൽ ഈ മഴ എത്തും മുമ്പേ സീരിയലൊന്ന് കണ്ടേക്കാൻ നോക്കും. അതിനു വേണ്ടി ഞാൻ TV ഒന്ന് ചെറുതായിട്ടൊന്ന് ഓണാക്കി. അതിനാ സ്ത്രീ എന്നോട് എന്തെല്ലാം പറഞ്ഞെന്നറിയൂ. ഇച്ചിരി പ്രായമുള്ളവരല്ലേ, നിനക്കങ്ങ് ക്ഷമിച്ചാ പോരെ? പിന്നെ എത്രന്ന് വെച്ചിട്ടാ ഈ കേട്ടോണ്ടിരിക്കുന്നത്? പിന്നെ കുറെ കഴിഞ്ഞപ്പം ഞാൻ ഒന്ന് രണ്ടെണ്ണം അങ്ങോട്ട് പറഞ്ഞു. അതിനവരെന്നോട് പറയാ പെട്ടിയും കിടക്കിയെന്ന് അവിടുന്ന് ഇറങ്ങിക്കോള്. പിന്നെ ഒരു 50-55 TV ഇല്ലാണ്ട് അങ്ങോട്ട് ചെല്ലണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. ഇനി നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ പിന്നെ എങ്ങോട്ട് പോകും? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം, അടുത്ത ബസ്സിന് വീട്ടിൽ പോകണം. അമ്മ ഒന്ന് ചുമ്മായിരുന്നേ. നീ മിണ്ടരിക്കടാ. ഇടി അവൻ എന്തെങ്കിലും ഒരു കുറവ് എത്തിയിട്ടാണോ നിന്നെ ഇങ്ങനെ നോക്കി വളർത്തിയത്? നിന്നെ അന്തസ്സായിട്ട് കെട്ടിച്ചും വിട്ടല്ലോ. ഇടി അവന് 10-35 വയസ്സായി. അമ്മേ, നീ മിണ്ടരിക്കടാ. അവനൊരു പെണ്ണ് നോക്കാനോ അവന്റെ ഒരു കല്യാണം കഴിപ്പിക്കാനോ ഒരു ഉത്തരവാദിത്വം നിനക്കില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് കയറി വന്നോളും. അത് വേണം ഇത് വേണം ഇത് വേണം. അമ്മയോട് ആരാ പറഞ്ഞേ എനിക്ക് സുനിച്ചേട്ടന്റെ കല്യാണത്തിന് ഒരു താല്പര്യമില്ലാന്ന്? ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിലെ റീല് മൊത്തം കാണുന്ന പെൺപിള്ളേർക്ക് വേണ്ടി അമ്മ ഇങ്ങ് വന്നേ. അമ്മ എന്തോ വർത്താനായി പറയുന്നേ? എനിക്ക് കുറച്ച് ദണ്ണുണ്ട്. നീ എത്ര കാലം വെച്ചിട്ടാ എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ പട്ടിപ്പണി എടുക്കണേ? സാരല്ല, ഞാൻ അല്ലാണ്ട് പിന്നെ ആരാ അതൊക്കെ വർക്ക് ചെയ്യാൻ? അതൊക്കെ നല്ലോണം അറിയുകയും ചെയ്യാം, അത് നല്ലോണം മുതലെടുക്കണമുണ്ട്. ഇത് ഓഫർ ഉണ്ടമ്മേ. ഹായ് സുനേട്ടാ, AC സുനേട്ടാ നല്ല ഓഫർ ഉണ്ട്. സുനേട്ടാ പറഞ്ഞാ മതി. ഹായ് സുനേട്ടാ, ഇത് കൊള്ളാമല്ലേ? ഇത് തന്നെ മതി സുനേട്ടാ. ഇതിനൊക്കെ ഭയങ്കര വിലയായിരിക്കുന്നത്. ഇല്ല മേഡം, ഓക്സിജനിൽ ഇപ്പോൾ ഓണത്തിന്റെ ഓഫർ നടക്കുന്നുണ്ട്. 30 കോടി രൂപയുടെ സമ്മാനങ്ങളാണ് ഓണത്തിന് കസ്റ്റമേഴ്സിനായിട്ട് ഓക്സിജൻ നൽകുന്നത്. ദിവസേന നടത്തുന്ന ലക്കി ഡ്രോ സമ്മാനങ്ങൾക്ക് പുറമെ ബമ്പർ സമ്മാനമായിട്ട് താർ റോക്സ്, യൂറോപ്യൻ ട്രിപ്പ്, BMW ബൈക്ക് തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങളും കസ്റ്റമേഴ്സിന് നൽകുന്നുണ്ട്. എന്നാ സുനേട്ടാ ഇത് തന്നെ മതി.